ശിവ എവിടെ? അതെനിക്കറിയാം നീ ചെന്നൈയിലാന്ന്. എന്താ പരിപാടി? ആ ഉച്ചയിന് ക്ലാസ്സില്ലേ? അപ്പൊ ഇപ്പൊ എവിടെയാ? ഹോസ്റ്റല്ല? ഒന്നുമില്ല, ഞാൻ വെറുതെ വിളിച്ച. പഠിപ്പൊക്കെ എങ്ങനെ പോണ്? ഇവിടെ എല്ലാരും ഉണ്ട്. പറഞ്ഞില്ല ഒന്നുമില്ല, ഞാൻ ചുമ്മാ വിളിച്ചാന്ന്. അയ്യോ വെക്കല്ലേ, ഒരു കാര്യമുണ്ട്. ആ സിദ്ധുവാ? സിദ്ധു പുറത്തു പോയിട്ട് വന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, പക്ഷെ നീ ഇവിടെ ആരുടെ അടുത്തും പറയരുത്. പ്രോമിസ്? അതില്ലേ സിദ്ധു ഇല്ലേ, സിദ്ധു സത്യം പറഞ്ഞ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ വിചാരിച്ചില്ല, സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ശിവ ഞാൻ പറയട്ടെ, സിദ്ധു ഇല്ലേ, സിദ്ധുവിന്റെ കയ്യില് ലച്ചു എന്നും പറഞ്ഞിട്ട് ടാറ്റു അടിച്ച്. സത്യം. വലിയ ടാറ്റു, സൈഡിൽ ലവ് ചിഹ്നമൊക്കെ ഉണ്ട്. അല്ല നീ ഇതൊന്നും സിദ്ധുവിനെ വിളിച്ച് ചോദിക്കാനൊന്നും നിക്കണ്ട. പക്ഷെ ഇത് ആരുടെ അടുത്തും പറയരുത് കേട്ടാ, ഞാൻ ഇവിടെ ആരോടും പറയട്ട. ശരി എന്നാ, നന്നായിട്ട് പഠിക്കണേ. ഓ ശരി. എന്താ ചേച്ചി? നീ എപ്പോ വന്നു? ഞാനിപ്പോ വന്നു. ചേച്ചി എന്ത് സംസാരിച്ചോണ്ടിരുന്നേ? എന്ത് സംസാരിച്ചോണ്ടിരുന്നത്? ഒന്നുമില്ല ചേച്ചി, നമ്മൾ അറിയാത്ത രഹസ്യമൊന്നും ഇല്ല ചേച്ചി, പറ. എന്തോന്നും രഹസ്യം? ഒന്നുമില്ല, പോവാൻ നോക്ക്. പറ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? എന്താ കേശുവേ? ഓ ലച്ചുവിന് വല്ലാത്തൊരു മാറ്റല്ലേടാ. മാറ്റോ? എന്ത് മാറ്റം? മുഖത്തൊക്കെ ഒരു പ്രസരിപ്പ്. അത് പണ്ട് തൊട്ടേ ഉള്ളതല്ലേ. സ്നേഹസംബന്ധമായ ഭർത്താവാണല്ലേ ഇവിടെ ഉള്ളത്, അപ്പൊ സന്തോഷമൊക്കെ കാണും. സ്നേഹസമ്പന്നനായ ഭർത്താവ് എന്നാണോ മക്കൾ ഉദ്ദേശിച്ചത്? ആണ്. തെറ്റിപ്പോയിട്ടോ. ലച്ചുവേ, നീ ഒരുപാടങ്ങ് മറക്കണ്ട, നമ്മള് കാര്യം അറിഞ്ഞു. സ്വന്തം മോളുടെ പേര് പോലും സിദ്ധു കയ്യിൽ ടാറ്റു ചെയ്തിട്ടില്ല, പക്ഷെ ലച്ചുവിന്റെ പേര് സിദ്ധു കയ്യിൽ ടാറ്റു ചെയ്തടാ. നിങ്ങൾ അറിഞ്ഞല്ലേ? ഇതാണ് കുഴപ്പം. ഈ വീട്ടിലുള്ള ആർക്കും രഹസ്യം സൂക്ഷിക്കാൻ അറിയാൻ പാടില്ല. അയ്യോ, ചേച്ചി എന്നെ പറഞ്ഞ ആരെടുത്ത്? കനാന്റെ അടുത്തില്ലേ? ബെസ്റ്റ് ആളുടെ അടുത്ത് രഹസ്യം പറഞ്ഞത്. എന്നാലും അമ്മായി ഒന്ന് നോക്കണേ, സിദ്ധുവിന്റെ ഒരു കാര്യം. വല്ല ആവശ്യമുണ്ടോ ഇതിന്റെയൊക്കെ? മനസ്സിൽ സ്നേഹം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ തന്നെ വെച്ചാ പോരെ. എന്തിനാണ് വെണ്ടയ്ക്ക അക്ഷരത്തിൽ ടാറ്റു ഒക്കെ അടിച്ച് മറ്റുള്ളവരൊക്കെ കാണിക്കുന്നത്? നാണക്കേടല്ലേ? വീട്ടുകാരൊക്കെ കണ്ടതിന് എന്ത് പറയും? നിനക്ക് എത്ര നാണക്കേടാണെങ്കിൽ കുഴപ്പമില്ലെന്ന് ലച്ചു, നമുക്കത് ലേസർ ചെയ്ത് കളയാം, അതാരും കാണൂലല്ലോ. ശരിയാ, അത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ലേസർ ചെയ്ത് കളയാലോ. എന്തിനാണ് വെറുതെ നാണക്കേട് അല്ലേ? കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ എല്ലാരും ഇങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാരുടെ പേരൊക്കെ ടാറ്റു അടിക്കും. ചില ആൾക്കാർ തല വരെ ടാറ്റു അടിച്ചു വെക്കുന്നു. എല്ലാരും ഉണ്ടല്ലോ. എന്താണ് ഒരു ഗൂഢാലോചന? ഗൂഢാലോചനയൊന്നും അല്ല, ലച്ചു ഇങ്ങനെ പറയായിരുന്നു. സിദ്ധു ലച്ചുവിന്റെ പേര് കയ്യിൽ ടാറ്റു അടിച്ചില്ലേ? എല്ലാരും അറിഞ്ഞല്ലേ? അതുകൊണ്ടായിരിക്കും ലച്ചുവിന് ഭയങ്കര നാണക്കേട്. അപ്പൊ അവളിങ്ങനെ പറയുന്നത് ലേസർ ചെയ്ത് കളയാൻ. നാണക്കേടോ? ലജുസ് അങ്ങനെ പറഞ്ഞോ? അത് ലേസർ ചെയ്ത് കളയേണ്ട കാര്യമൊന്നുമില്ല. സ്വന്തം ഭാര്യയുടെ പേര് ടാറ്റു അടിച്ചു വെച്ചേക്കുന്നത് ഒരു അഭിമാനമല്ലേ? അല്ലേ? എനിക്കറിഞ്ഞൂടാ, എനിക്കങ്ങനെ അറിയാം, എനിക്ക് ഭാര്യയില്ലല്ലോ. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, എങ്ങാനും ഇനി ഭാര്യ ഉണ്ടായാൽ പോലും നീ ടാറ്റു അടിക്കാൻ നിൽക്കണ്ട. ആരടിക്കണ്? വേറൊരു കാര്യം ഞാൻ പറയട്ടെ. അല്ലെ, നമുക്ക് ഒരാളോട് സ്നേഹം ഉണ്ടെന്നിരിക്കട്ടെ, ആ നമ്മള് പുറത്തെടുത്ത് അങ്ങനെ അങ്ങ് കാണിക്കണം, അല്ലെങ്കിൽ മനസ്സിനകത്ത് വെച്ചേക്കണം. അല്ലാതെ ഈ കയ്യിൽ ടാറ്റു ഒരുമാതിരി വെണ്ടയ്ക്ക അക്ഷരത്തിൽ അടിച്ചോണ്ട് നാട്ടുകാരെയും കാണിച്ച് വീട്ടുകാരെയും കാണിച്ച് നടക്കേണ്ട കാര്യമില്ല. ഓരോരുത്തരും അവരവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഓരോ രീതിയിലാണ് ആണല്ലോ. എന്റെ വേ ഓഫ് പ്രകടിപ്പിക്കൽ ദ സ്നേഹം ഇങ്ങനെയൊക്കെ. എന്നൊരു കാര്യം പറയട്ടെ, ഇത്ര നേരം പറഞ്ഞൊന്ന് ഞാൻ പറഞ്ഞില്ല, ഈ സാധനം പറഞ്ഞ നേരത്തെ. എന്താ പറഞ്ഞത്? ഇപ്പൊ ഞാൻ പറഞ്ഞത് വെണ്ടയ്ക്ക അക്ഷരത്തിൽ അടിച്ചോണ്ട് നടക്കണം ടാറ്റു. അങ്ങനെയല്ല സിദ്ധു, ഞാനിങ്ങനെ എന്തായാലും കുഴപ്പമില്ല.
നിനക്ക് വിഷമാണെങ്കിൽ നീ ഓടിയടോ. എനിക്കെന്തല്ലോ എനിക്കൊരു കുഴപ്പമില്ല അളിയ. അളിയാ എന്തായാലും ആ ടാറ്റോ കാണിര് കാണട്ടെ. അത് കാണിക്കാൻ മാത്രം അത്ര വലിയ ടാറ്റു ഒന്നും അല്ല, എന്നാലും കാണിക്കാം. ആണേലളിയ അങ്ങോട്ട്. അളിയാ സൂപ്പർ. ലച്ചു, ഇതുപോലൊരു ടാറ്റു വേറൊരു ഇടത്തും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആണോ? എവിടെ? അത് അത് ഇവിടെ. എനിക്ക് വയ്യ. ലച്ചു, ഓ ലച്ചു, പറ. ഐ ലവ് യു. പോയ സിദ്ധു മനുഷ്യനെ വെറുതെ ചമ്മിപ്പിക്കാണ്. പിള്ളേരൊക്കെ നിൽക്കുന്നു. ഇവരോ? പോ. സിദ്ധു സ്നേഹം കൊണ്ടങ്ങ് മൂടുന്നല്ലേ ലച്ചുവിന്? തന്നെ. ലച്ചോ, ലച്ചൂസേ, ആ എവിടെ? പോനിറങ്ങിയ പോകാൻ ഇറങ്ങി, പക്ഷെ എന്തോ ഒരു പോകാൻ അങ്ങോട്ടൊരു മൂഡ് വരുന്നില്ല. നീ വരുന്നില്ല എന്നുള്ള കാര്യം കൺഫേമാ? നിന്റെ കൂട്ടുകാരെ കാണാൻ പോവാനല്ലേ, അതില് ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാൻ? കൂട്ടുകാരനെ കാണാൻ വേണ്ടിട്ടാ പോകുന്നേ, പക്ഷെ ലച്ചൂസ് ഇല്ലാത്ത കാരണം ഒരു ഫൺ ഉണ്ടാവും. ഇപ്പൊ അത്രക്ക് ഫണ്ണ് വേണ്ട, മോൻ പോയിട്ട് വാ. ഫണ്ണ് വേണം, ലച്ചൂസ് വാ. അയ്യാ, ലച്ചൂസ് ഇല്ലാതെ കൂട്ടുകാരനെ കാണാൻ പോവാത്ത ആള്. ഇല്ല, ഞാൻ പോകുന്നു. ആ എന്നാ പിന്നെ പോണ്ട. ആ അല്ലല്ല, അങ്ങനല്ല, പോവല്ലേ. പോയിട്ട് വാ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഒരു വട്ടം കൂടെ നിർബന്ധിക്കും, വരുന്നെങ്കിൽ വരാം. എടാ ഇല്ല, എനിക്ക് കുറെ പണിയുണ്ട്, അതുകൊണ്ടാ. പോട്ടെ, മിസ് ചെയ്യുവന്നെ. പിന്നെ ഇല്ലേ, ഞാൻ മിസ് ചെയ്യും. എന്നാ പോവല്ലേ. പോയിട്ടാ. പോലെ 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 പുറത്തോട്ടൊക്കെ പോകുമ്പോ ഇങ്ങനെയാണോ പോകുന്നേ? കൈയൊക്കെ മടക്കി വെച്ച് മിടുക്കനായിട്ട് പോകണ്ടേ? ആ കൈ ടാറ്റു അത് കുളിച്ചപ്പോ പോയി. കുളിച്ചപ്പോ ടാറ്റു പോയി. അല്ല, ഇന്നലെ ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചപ്പോ നീ പറഞ്ഞത് അത് പെർമനന്റ് ടാറ്റു എന്നല്ലേ? പെർമനന്റ് ടാറ്റുവാ? എന്റെ പൊന്നിൽ വെച്ചത് ടെമ്പററി ടാറ്റു, പെർമനന്റ് അല്ല. അല്ല, ഇന്നലെ രാത്രിയും ഞാൻ ചോദിച്ചപ്പോ നീ എന്റെ അടുത്ത് പെർമനന്റ് എന്ന് തന്നെയാ പറഞ്ഞേ. എന്റെ പൊന്നു ലച്ചി, അറിയാതെ തമാശ പറഞ്ഞല്ലേ. ലച്ചൂസിനെ ഞാൻ പറ്റിച്ചേ, ലച്ചൂസിനെ ഞാൻ പറ്റിച്ചേ. എടോ, ഒരു മതി തോന്നിവാസം കാണിക്കരുത് കേട്ടാ. എന്ത്? ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ സ്നേഹം എന്ന് പറഞ്ഞ സാധനം അഭിനയിക്കരുതെന്ന്. ലച്ചു, അതല്ല, നീ ഓൾറെഡി നിന്റെ കയ്യിൽ ടാറ്റു ചെയ്തിട്ടുള്ളതല്ലേ, നിനക്ക് കണ്ടറിയത്തില്ലേ പെർമനന്റ് ഏതാ ടെമ്പററി ഏതാന്നുള്ള കാര്യം? അതെ, ഞാൻ പൊട്ടി, കാരണം ഞാൻ നിന്നെ വിശ്വസിച്ച്, അതിന് മാത്രം. ലച്ചു, ഞാൻ പറയുന്നൊന്നും എനിക്ക് ഒരു തേങ്ങ കേക്കട്ട. എന്താണ് പ്രശ്നം? ഒരാള് പറയാ സിദ്ധു കുളിച്ചപ്പോഴേ ലച്ചൂസ് മാഞ്ഞു പോയിന്ന്. എന്തിനാണെന്ന് വിളിക്കണോടെ? ശരിയാണല്ലോ. എന്തോ സിദ്ധു കുളിച്ചപ്പോ ലച്ചു മാഞ്ഞു പോയി. ചേച്ചിയോട് ചോദിക്കില്ലേ? എല്ലാരും ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കാതെ കാര്യം ഒന്നും പറയുക. ഇയാളുണ്ടല്ലോ, ഇയാള് ചതിയനാ, ഇയാളെ വഞ്ചിക്കുവായിരുന്നോടാ. അളിയാ, അതല്ല. എടാ അളിയ, ഇവിടെ കൊച്ചിയിൽ എന്റെ ഒരു ഫ്രണ്ട് ഒരു ടാറ്റു സ്റ്റുഡിയോ നടത്തുന്നുണ്ട്. ഞാൻ അവിടെ പോയപ്പോ അവൻ എന്റെ അടുത്ത് ചോദിച്ചു ഒരു ടാറ്റു ചെയ്യുന്നുണ്ടോ. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു പെർമനന്റ് ചെയ്യേണ്ട, ഒരു ടെമ്പററി ടാറ്റു ചെയ്യാന്ന്. അപ്പൊ അവൻ ചോദിച്ചു എന്തടിക്കണമെന്ന്. ഞാൻ പറഞ്ഞു എന്താ എന്റെ ഭാര്യയുടെ പേര് തന്നെ അടിച്ചേക്കാം. അങ്ങനെ ടെമ്പററി ടാറ്റു ചെയ്തതാ. ആ ടെമ്പററി, പെർമനന്റ് അല്ലായിരുന്നു. അല്ല, ചെറിയൊരു ഫണ്ടിന് വേണ്ടി ഞാൻ പെർമനന്റ് ആണെന്ന് പറഞ്ഞതല്ലേ. പക്ഷെ ഇതിങ്ങനെ ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ലച്ചൂസേ, ഞാൻ നിക്കണോ അതോ? ഇങ്ങനെ ഉണ്ടൊരു പേടി. ലച്ചു, എന്റെ അടുത്ത് ഇപ്പൊ ഒന്നും പറയരുത്. ഒന്നാമത് എന്റെ ടെമ്പർ തെറ്റിരിക്കുക, എന്റെ സ്വഭാവം അറിയാലോ, വളരെ മോശമാണ്. അത് ഞങ്ങൾക്കറിയാം നിന്റെ സ്വഭാവം മോശമെന്ന്. കേശുവേ, ഓ, ഇന്നലെ ഒരാളുണ്ടല്ലോ, അമ്മായിയാണെന്ന് ഞാൻ നോക്കൂലട്ടോ.
ഇതിന്റെ പേരും പറഞ്ഞ എന്നെ കളിയാക്കാനാണ് ഉദ്ദേശമെങ്കിൽ അങ്ങനെയാണ് ഉദ്ദേശമെങ്കിൽ നെഞ്ചത്തടിച്ച് കരയും ഞാൻ. എല്ലാത്തിനെയും ഞാനിപ്പോ വിപ്പിക്കും. നോക്കിക്കോ. ലച്ചു 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 എന്താ ഞാൻ പോയി പെട്ടെന്ന് പെർമനന്റ് ടാറ്റു അടിച്ചിട്ട് വരട്ടെ. കേറി പോടോ അത്. അമ്മേ